നമുക്ക് അലീനയുടെ മണിശങ്കറിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ വരുന്ന ആഴ്ചയിൽ ഭയങ്കര ടെൻഷനിലാണ് വൈജയന്തി. കാരണം വൈജയന്തിക്ക് ബാലേന്ദ്രനെ കയറി കാണാൻ പോലും പറ്റുന്നില്ല. ബാലേന്ദ്രനെ വൈജയന്തി അകറ്റി നിർത്തിയിരിക്കുക. അതിന്റെ ഒരു ടെൻഷൻ വൈജയന്തിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും കയറി കാണാം, തനിക്ക് മാത്രം കയറി കാണാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാന്നുള്ള ഒരു ചിന്ത വൈജയന്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അതിന് മാത്രം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, താൻ ഭയങ്കര പെർഫെക്റ്റാ എന്നൊരു രീതിയിലാണ് വൈജയന്തി നിൽക്കുന്നത്. അതിന്റെ പേരിൽ കുറെ കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തുന്നുണ്ട് ബാലേന്ദ്രനെ. വരുന്നവരോടും പോകുന്നവരോടും എല്ലാം പറയുവാണ്, എനിക്ക് മാത്രം കയറി കാണത്തില്ല, ബാക്കി എല്ലാവർക്കും കയറി കാണാം, എനിക്ക് മാത്രം ഫ്രഷ്ടാന്നൊക്കെ പറയാം. പക്ഷെ മണിശങ്കർ അതൊന്നും കേട്ടിട്ട് മൈൻഡ് ചെയ്യാൻ പോയില്ല. മനുവിനെ അറിയാം എന്താ അലീനയുടെ സ്വഭാവം എന്നുള്ള. ഇപ്പൊ ബാലേന്ദ്രന്റെ മനസ്സിന് ആശ്വാസമാണ് വേണ്ടത്. ഒരു കാരണവശാലും സ്ട്രെസ് സ്ട്രെയിനൊന്നും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഡോക്ടർ അത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മണിശങ്കർ ബാലേന്ദ്രനെ നിർബന്ധിക്കാനും പോയില്ല. ഒരാളെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിർബന്ധിച്ച് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അവരുടെ മനസ്സിന് ആശ്വാസം കൊടുക്കുന്ന കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്. പിന്നീട് അലീന ബാലേന്ദ്രനെ കാണുമെന്ന് മണിശങ്കറിനോട് പറയാണ്, എനിക്കൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. ആ സമയത്ത് മണിശങ്കർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അങ്കിളിനെ കാണാനായിട്ട് ഞാൻ കൊണ്ടാവാം, നീ റെഡിയായിട്ടിരുന്നാൽ മതി. പക്ഷെ അലീനയ്ക്കൊരു പേടിയുണ്ട്, വൈജയന്തി എന്തേലും പറയോ എന്നൊരു ടെൻഷനൊക്കെ മനസ്സിലുണ്ടായിരുന്നു. കാരണം വൈജയന്തിയുടെ സ്വഭാവമാണ്, വൈജയന്തിക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ. മണിശങ്കർ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, നീ അല്ലേ അങ്കിളിന്റെ ജീവൻ രക്ഷിച്ചേ, നീ വന്ന് കാണ്, അതിനൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ പ്രോത്സാഹിപ്പിക്കുക മണിശങ്കർ ചെയ്തത്. ആ സമയം ഗംഗാധരനും മാലതിയൊക്കെ വന്നെങ്കിലും അവരെ കാണാനൊന്നും ബാലേന്ദ്രൻ തയ്യാറായില്ല. അല്ലെങ്കിലും ബാലേന്ദ്രൻ പറഞ്ഞായിരുന്നു, കൈതക്കൽ മാളിക വീട്ടിലെ ആരെ എനിക്ക് കാണണ്ട, മണിശങ്കറിനെ ഒഴിച്ച്. അവിടുത്തെ കുഞ്ഞിരാമമേനോന്റെ മക്കളെല്ലാരും കൂടെ ചേർന്നിട്ടാണ് എന്നോട് ഈ ചതി ചെയ്തേ. ഗംഗാധരനും മാലതിയൊക്കെ നേരത്തെ പ്രതീക്ഷിച്ച കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് വലിയ സങ്കടങ്ങളും കാര്യങ്ങളും തോന്നിയില്ല. അവർക്കറിയാം ബാലേന്ദ്രന്റെ ഇപ്പോഴത്തെ ടെൻഷൻ കാരണം എന്താണ്. ഇപ്പൊ തങ്ങളെ കാണുമ്പോൾ കൂടുവാണെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് പോവാതിരിക്കുമല്ലേ നല്ലത്. അവരുടെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട് അലീനയെ കുറിച്ച്. അലീന ഓർഫനാണ്. അപ്പം അലീന കഴക്കൂട്ടത്തുനിന്ന് വന്നാണ്. ഒരു പക്ഷെ അവൾക്ക് ഈ കുടുംബമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോന്ന് പോലും അവരുടെ ഉള്ളൊരു സംശയമുണ്ട്. ഇത്രയും കാലം ബാലേന്ദ്രൻ അറിയത്തില്ലാത്ത പല രഹസ്യങ്ങളും ഇപ്പൊ ബാലേന്ദ്രൻ അറിഞ്ഞിരിക്കുക. അതിന്റെ പിന്നില് അലീനയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോന്ന് പോലും അവർ സംശയിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംശയം ശരിയാണല്ലോ. കാരണം കുറെ കാലം മുമ്പ് കുഞ്ഞിരാമൻ മേനോന് ഓർഫനേജിൽ കൊണ്ടേ ആക്കിയതാ അലീനെ. അപ്പൊ ഈ ഓർഫനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അവർക്ക് ടെൻഷനായി. പോരാത്തന്നെ കുഞ്ഞിരാമൻ മേനോനാണ്, തന്റെ അച്ഛനാണ് അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ കാരണമായെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ അവര് ബാലേന്ദ്രനെ കാണാതെ തിരികെ പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് അവരുടെ മനസ്സിൽ 100 സംശയങ്ങളും ഉണ്ട്. പക്ഷെ അത് ബാലേന്ദ്രനോട് ചോദിക്കാൻ പറ്റില്ല, എന്താ ഏതാ എങ്ങനെയാന്നൊന്നും. അലീനയോടും കൂടുതലായിട്ട് ചോദിക്കാൻ പറ്റില്ല. അലീനയോട് ചോദിച്ചിട്ടും കാര്യമില്ല. അലീനയ്ക്ക് ചിലപ്പോൾ അറിയത്തില്ലെങ്കിലോ. അലീനയോട് ഒന്ന് ചോദിച്ചു നോക്കി, പക്ഷെ അവളൊന്നും അറിയത്തില്ലെന്നാ പറഞ്ഞേ. ഒന്നും വിട്ടു പറയാൻ അലീന കൂട്ടാക്കില്ല. അല്ലെങ്കിലും അലീന പറയുവോ? ഒരു കാരണവശാലും അലീന പറയത്തില്ല. അതിനുശേഷം അലീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മണിശങ്കർ. അലീന വന്നു കഴിഞ്ഞപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമായി. പോരാത്തന് ബാലേന്ദ്രൻ പറഞ്ഞു, അവള് വന്ന് എന്നെ കണ്ടോട്ടെ എന്ന് പറഞ്ഞു. അലീന കയറി കാണുന്നോണ്ട് ബാലേന്ദ്രൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു. വൈജയന്തിക്ക് അതോടെ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേഷ്യം. വീട്ടിലെ വേലക്കാരിക്ക് പോലും തന്നെ വന്ന് കാണാം. പക്ഷേ എങ്കിൽ വേലക്കാരിക്ക് പോലും ബാലേന്ദ്രനെ വന്ന് കാണാം. പക്ഷെ തനിക്ക് മാത്രം കാണത്തില്ല. സ്വന്തം ഭാര്യയായ തനിക്ക് കാണത്തില്ല, വേലക്കാരിക്ക് കാണാം. അതിന് മാത്രം അവൾക്ക് എന്താ എന്നൊക്കെ പറഞ്ഞു വൈജയന്തിക്ക് ദേഷ്യമായിരുന്നു. വൈജയന്തി മണിശങ്കറിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്ത് കാണിക്കാനാടാ അവളെയും കെട്ടി എഴുന്നള്ളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ? മണിശങ്കർ അതിന് തക്കതായ മറുപടിയും കൊടുത്തു. ആന്റിക്ക് എന്താ ആന്റി ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ? അങ്കിൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അലീനയാണ്. എന്നിട്ടാണ് ആന്റി അലീന ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അതിന് ആവശ്യമൊന്നുമില്ല. അലീന ബാലേന്ദ്രനെ കാണാൻ കയറി. ബാലേന്ദ്രനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സാറേ, ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ എന്റെ ജീവൻ രക്ഷിച്ചേ? രക്ഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ബാലേന്ദ്രൻ നല്ല വിഷമാ, ഞാൻ അങ്ങോട്ട് മരിച്ചു പോയാൽ അത് മതിയായിരുന്നു. അലീന പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, ആകെപ്പാടെ പേടിച്ചു പോയി. എന്താ സാറേ ശരിക്കും എന്താ പറ്റിയത്? അതിന് ബാലേന്ദ്രൻ ഒരു മറുപടിയൊന്നും പറഞ്ഞില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനിപ്പം ജീവിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു, ശരിക്കും മരിച്ചു പോയാൽ മതി. അങ്ങനെയായിരുന്നെങ്കിൽ ഈ സ്ട്രെസ്സും സ്ട്രെയിനൊന്നും ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ.
ഇനി എന്തൊക്കെ കാണാൻ കേൾക്കാൻ കിടക്കുന്നു. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ അലിയനിക്ക് മനസ്സിലായി ബാലേന്ദ്രൻ്റെ ഉള്ളിൽ വേറെന്തോ ഉണ്ട്. വൈജയന്തിയെ കാണാൻ കൂട്ടാക്കുന്നുമില്ലോ, എന്തോ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അതെന്താന്ന് മാത്രം മനസ്സിലായില്ല. ആ സമയത്ത് മണിശങ്കർ കയറി വന്നു. മണിശങ്കർ വന്നു കഴിഞ്ഞപ്പോഴും ബാലേന്ദ്രന് കുഴപ്പമില്ല, ബാലേന്ദ്രന് സന്തോഷം മണിശങ്കരനെ അലീനയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം. പക്ഷെ വൈജയന്തിയെ മാത്രം ഫ്രഷ്ടുള്ളൂ. അങ്ങനെ അവർ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കുറെ കുറ്റപ്പെടുത്തലുകളൊക്കെ വൈജയന്തി നടത്തുന്നുണ്ട്. അവള് വന്നിരിക്കുന്നു കാണാനായിട്ട്. പക്ഷെ മണിശങ്കർ വിട്ടുകൊടുക്കോ? മണിശങ്കർ നല്ല രീതിയിൽ തന്നെ പറയും. കാരണം വൈജയന്തിയുടെ മുന്നിൽ തോറ്റു കൊടുത്തിട്ട് കാര്യമില്ല. പറയേണ്ട സമയത്ത് പറയണം. തോറ്റു കൊടുത്ത് അവർ തലേ കയറി നിരങ്ങും. പോരാത്തേന് വൈജയന്തിക്ക് എന്തോ ഒരു ഈഗോയാണ്. ഞാൻ എല്ലാമാണ്, എല്ലാം തികഞ്ഞാണ്, മറ്റുള്ളവരൊന്നുമല്ല എന്നൊരു ചിന്ത എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. അതേസമയം രേവതിക്കുട്ടിയാണെങ്കിൽ ഷെറിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ തീരുമാനിച്ചു. 1 മാസമാണ് പറഞ്ഞിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ ബെറ്റ് താൻ ജയിക്കുന്ന രേവതിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഷെറിൻ ചേച്ചി പ്രസവിച്ച കുഞ്ഞെവിടെ, ആ കുഞ്ഞെവിടെയാന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കും. ഏതെങ്കിലും ഓർഫനേജിലാണോന്ന് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി രേവതിക്കുട്ടി. എങ്ങനെയെങ്കിലും അവിടുത്തെ ആൻസി ചേച്ചിയോടോ അല്ലെങ്കിൽ ഷെറിൻ ചേച്ചിയോട് സംസാരിക്കണം. ആൻസി ചേച്ചിയോട് സംസാരിക്കുകയാണെങ്കിൽ ഷെറിൻ ചേച്ചിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. ആദ്യം 1-2 വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഷെറിൻ്റെ ആങ്ങളെയാണ് കോൾ എടുത്തത്, റോബിച്ചനാണ് കോൾ എടുത്തത്. പക്ഷെ അവർ ഷെറിന് ഫോൺ കൊടുക്കാനോ അല്ലെങ്കിൽ ആൻസിക്ക് ഫോൺ കൊടുക്കാനോ തയ്യാറായില്ല. അങ്ങനെയൊന്നും പിന്മാറാൻ തയ്യാറായില്ല രേവതിക്കുട്ടി വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. ഒടുവിൽ ആൻസിയെ വിളിച്ച് കിട്ടുവാണ്. ഒരു തവണ ആൻസിയെ വിളിച്ച് കിട്ടി. ആൻസിയോട് കാര്യങ്ങൾ പറയണം. അന്ന് ഞാൻ വന്നില്ലേ, രേവതിക്കുട്ടിയെ വിളിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം ചാടിക്കയറി ചോദിക്കാൻ പറ്റില്ലല്ലോ. ആ ചേച്ചിക്ക് എങ്ങനെയുണ്ട്, ഷെറിൻ ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുശലാന്വേഷണം നടത്തി വെക്കുവാണ്. രേവതിക്കുട്ടിക്ക് സന്തോഷമായി. ആദ്യത്തെ ശ്രമം വിജയിച്ചിരിക്കുന്നു. ഇനി പതുക്കെ ഇടയ്ക്ക് വിളിക്കണം. ഈ 1 മാസത്തിനോട് തന്നെ കാര്യങ്ങളൊക്കെ അറിയണം. അങ്ങനെ ആദ്യത്തെ പ്ലാൻ വിജയിച്ചു കഴിഞ്ഞപ്പം രേവതിക്കുട്ടിക്ക് സന്തോഷം. രേവതിക്കുട്ടി പോയി മാമച്ചനോട് ഗ്രേസമ്മയോട് സന്തോഷ വാർത്ത പറയുന്നുണ്ട്. എൻ്റെ ആദ്യപടി വിജയിച്ചെന്ന്. മാമച്ചൻ പറഞ്ഞു, ആദ്യപടി വിജയിച്ചോണ്ടായില്ല, ടാസ്ക് മൊത്തം കംപ്ലീറ്റ് ആവണമെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിനക്ക് കിട്ടണം. അതൊക്കെ ഞാൻ മേടിച്ചെടുത്തോളാം അങ്കിളെ. പറഞ്ഞ കാര്യം മറക്കരുത്, എന്നെ ഡിഗ്രി പഠിപ്പിക്കുന്ന കാര്യം. നിന്നെ ഡിഗ്രി പഠിപ്പിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയിട്ടൊന്നുമില്ല. പക്ഷെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിനക്കറിയാലോ. എന്താ അത്? നീ ടാസ്കിൽ തോറ്റുപോയാലേ നിന്നെ ഞാൻ ജോസൂട്ടിനെ കൂടെ കല്യാണം കഴിപ്പിക്കും. ആയിക്കോട്ടെ. അതിനും രേവതിക്കുട്ടിക്ക് സമ്മതമായിരുന്നു. രേവതിക്കുട്ടി അത് സമ്മതിച്ചു. കാരണം രേവതിക്കുട്ടി അറിയാൻ തനിക്ക് അതിനു മുമ്പ് ഇത് തെളിയിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. ആ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് രേവതിക്കുട്ടി ഇതിനിറങ്ങി പുറപ്പെട്ടെ. അങ്ങനെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോവാണ്. ഇതിനുള്ളിൽ വൈജയന്തിക്ക് ഇടയ്ക്ക് അവസരം കിട്ടി ബാലേന്ദ്രനെ കയറി കാണാനുള്ള. വൈജയന്തിക്ക് നല്ല ദേഷ്യമായിരുന്നു ബാലേന്ദ്രനോട്. ബാലേന്ദ്രനാണ് വൈജയന്തിയെ മൈൻഡ് പോലും ചെയ്തില്ല, ഒന്നും മിണ്ടാൻ പോലും കൂട്ടാക്കില്ല. ബാലേന്ദ്രൻ അറിയാം താൻ മിണ്ടാൻ പോയിട്ടുണ്ടെങ്കിൽ അവളോട് പൊട്ടിത്തെറിക്കത്തുള്ളൂ. വൈജയന്തി ആണെങ്കിൽ ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളിലുള്ള അമർഷവും ദേഷ്യവും ഒക്കെ അങ്ങോട്ട് പൊട്ടി പുറപ്പെടുവിക്കുകയാണ്. നിങ്ങൾക്ക് എന്തിനെ കേടായിരുന്നു? നിങ്ങൾ കണ്ടമാനം മദ്യവെച്ചുകൊണ്ട് എങ്ങനെ അറ്റാക്ക് വന്ന് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ബാലേന്ദ്രൻ പറയാം. അക്ഷരം പോലും മിണ്ടിയില്ല. അവളോട് സംസാരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ അവസ്ഥയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവളുടെ കാരണത്തിനിട്ട് താൻ അടിക്കുമെന്ന് ബാലേന്ദ്രന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വന്നെത്തി കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ്റെ അടുത്ത് വൈജയന്തിയും മണിശങ്കറും ഉണ്ട്. നേഴ്സ് കൊണ്ടുവന്ന് ബില്ലുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയാണ്. ഡിസ്ചാർജ് സമ്മറിയും കാര്യങ്ങളും അടയ്ക്കാനുള്ള ബില്ലെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ വൈജയന്തി അത് നോക്കി. അതിൻ്റെ തുക കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വൈജയന്തി പറഞ്ഞു, നല്ലൊരു തുകയുണ്ടല്ലോ അടയ്ക്കാനായിട്ട്. അതെങ്ങനെയാ? കണ്ടമാനം മദ്യവെച്ച് ലക്കുകേട്ട് അവസാനം അറ്റാക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക. ബാലേന്ദ്രൻ പെട്ടെന്ന് കയ്യിൽ നിന്ന് അതും കൂടി മേടിച്ചു. വൈജയന്തിയുടെ കയ്യിൽ തട്ടിപ്പറിക്കുന്നുള്ളതും കൂടി മേടിച്ചു. അതെ, നീ ഇത് പേ ചെയ്യണ്ട. ഇത് പേ ചെയ്യാനുള്ള ആസ്തിയും കാര്യങ്ങളൊക്കെ നെടുമ്പൊരിക്കൽ ബാലേന്ദ്രനുണ്ട്. എൻ്റെ ഒരു കാര്യങ്ങളും നീ നോക്കണ്ട. എല്ലാ ബില്ല് നീ അടയ്ക്കുകയും വേണ്ട. അതിനുശേഷം മനുഷ്യങ്ങളോട് പറഞ്ഞു, മനു നീ ഈ ബില്ല് അടച്ചോ. പിന്നെ പണം നിന്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ നീ എടുത്ത് അടയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലുണ്ടെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ മനുഷ്യങ്കർ പറഞ്ഞു, ഞാൻ അടച്ചോളാം അങ്കിളെ. വൈജയന്തി ചോദിച്ചാൽ എന്താ ഞാൻ അടച്ചാൽ കുഴപ്പം എന്താ? നീ അടയ്ക്കണ്ടെന്നാ പറഞ്ഞേ. എൻ്റെ കാര്യം ഇനി മേലെ നീ നോക്കണ്ട, അതൊക്കെ നോക്കാൻ എനിക്കറിയാം. പറഞ്ഞു കേട്ടല്ലോ, നിന്റെ സേവനം എനിക്ക് മതി. നിന്റെ ഒരു ചില്ലി കാശ് പോലും ഇവിടെ എടുത്ത് അടയ്ക്കണ്ട. നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എനിക്ക് വേണ്ടി മുതലെടുക്കുകയും വേണ്ട. വൈജയന്തിക്കാണെ കട്ടക്കരിപ്പ. വൈജയന്തി പറഞ്ഞു, കണ്ടില്ലേ മനു, ഇപ്പൊ തന്നെ കാണിച്ച കണ്ടില്ലേ, എന്നെ കാണുന്ന ഇഷ്ടമില്ല, എന്നോട് മിണ്ടുന്ന ഇഷ്ടമില്ല, അതിന് മാത്രം ഞാൻ എന്ത് തെറ്റായത്? അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് നിന്നെ കാണുകയും വേണ്ട മിണ്ടുകയും വേണ്ട. പറഞ്ഞു മനസ്സിലായല്ലോ?
അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തിക്ക് ദേഷ്യമായി. വൈജയന്തി പറഞ്ഞു, എങ്കില് എനിക്കും കാണണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. മണിശങ്കർ ബാലേന്ദ്രൻ്റെ പറഞ്ഞു, അങ്കിൾ ഇങ്ങനെ സ്ട്രെസ് ആവാതെ സമാധാനപ്പെട്, ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ചോണ്ട് അങ്ങോട്ട് പോയി. ആ സമയത്തൊക്കെ വൈജയന്തിക്ക് കട്ടക്കലിപ്പായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്, ഒടുവിൽ ബാലേന്ദ്രൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരിക. വീട്ടിലേക്ക് കൊണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ഒക്കെ ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ കൃഷ്ണമോൾക്കും. ബബിതയാണെങ്കിലും രോഹിതാണെങ്കിലും ഹോസ്പിറ്റലിന്റെ പരിസരത്തേക്ക് പോലും തിരിഞ്ഞു നോക്കിയില്ല. ബബിതയ്ക്ക് കാമുകനോട് സൊല്ലാൻ സമയം തികയുന്നില്ല. അപ്പോഴല്ലേ അച്ഛന്റെ കാര്യത്തിൽ പോകുന്നേ, അച്ഛനെ അന്വേഷിക്കാനായിട്ട് പോകുന്നേ. കിട്ടിയ അവസരം ബബിത നന്നായിട്ട് മുതലെടുക്കുക. കാരണം അച്ഛനും അല്ല അമ്മയില്ല, തോന്നിയാസം നടക്കാലോ. അലീനയൊക്കെ പറഞ്ഞാലും എത്രത്തോളം പോകും, കാരണം അലീനയൊന്നും പറയുന്ന മൈൻഡ് പോലും ചെയ്യത്തില്ല. പിന്നെ വൈജയന്തിയോട് പറയാന്ന് വെച്ചാൽ വൈജയന്തി പറയും, എന്റെ മകളുടെ കാര്യം നോക്കാൻ നീ വരണ്ടാന്ന്. അതുകൊണ്ട് പിന്നെ അലീന കൂടുതലൊന്നും പറയാനും പോയില്ല. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് മണിശങ്കരൻ വന്നിട്ടുണ്ടായിരുന്നു. ബാലേന്ദ്രനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞിട്ട് ഇച്ചിരി സമയോടെ കഴിഞ്ഞിട്ടാണ് മണിശങ്കർ അങ്ങോട്ട് പോകുന്നത്. ഈ സമയത്ത് വൈജയന്തിക്ക് കട്ടക്കലിപ്പാണ്. വൈജയന്തി നോക്കിയപ്പോൾ അലീനയാണ് ബാലേന്ദ്രന് കുടിക്കാൻ വെള്ളം കൊണ്ടേ കൊടുക്കുക എല്ലാം ചെയ്യുന്നത്. ബാലേന്ദ്രന് അലീനയോട് ഒരു കുഴപ്പമില്ല. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പം വൈജയന്തിക്ക് ഒന്നുകൂടെ ദേഷ്യം. അങ്ങനെ അലീന ചായ കൊണ്ട് കൊടുത്തിട്ട് തിരികെ കൂടെ വരുന്ന സമയത്ത് വൈജയന്തി പറഞ്ഞു, നിന്നോട് ബാലേന്ദ്രന് ഒരു ദേഷ്യമില്ലല്ലേ, നീ കാരണം എല്ലാ പ്രശ്നത്തിനും കാരണം നീ ഒറ്റ ഒരുത്തിയ. ആ രോഹിത്തുമായിട്ടുള്ള പ്രശ്നം നിന്റെ കുറച്ച് തൊലിയൊളിപ്പ് കൊണ്ട് നീ എല്ലാം നേടാന്നാ നിന്റെ വിചാരം. പക്ഷെ ഒന്ന് നീ മനസ്സിൽ വെച്ചോ, ആദ്യകാലം നിനക്ക് ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റില്ലടി. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കിവിടെ കഴിയണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചോളാം. ഞാൻ ഇവിടുന്ന് പോകുക, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. സാറ് വന്നിട്ട് പോകാമെന്ന് കരുതി മാത്രം ഇവിടെ നിന്നതാ. ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഏതേലും വീട്ടിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാവുന്നേ ഉള്ളൂ. ഇത് കേട്ടുകഴിഞ്ഞപ്പം വൈജയന്തി പറഞ്ഞു, പിന്നെ ജീവിക്കും പോലും നിന്റെ സ്വഭാവം വെച്ച് നീ ഒരിടത്തും പോയി ജീവിക്കില്ലടി. അപ്പോഴേക്കും അലീന പറഞ്ഞു, എന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല, എന്റെ സ്വഭാവം നല്ല സ്വഭാവം, പിന്നെ ഈ പറയുന്ന മാഡത്തിന്റെ സ്വഭാവമാണ്. അപ്പോഴേക്കും പറഞ്ഞു, നീ എന്താടി പറഞ്ഞ? അതെ. ആ സമയത്ത് വൈജയന്തിക്ക് ദേഷ്യം വന്നു. അല്ലെങ്കിലും അതെ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ വളർത്തിക്കൊണ്ട് വന്നല്ലോ ഒരു ബ്രിജിത്താമ്മി, അവരെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നിന്നെയൊക്കെ ഈ വിധം വളർത്തി വലുതാക്കി വിട്ടേന്. കണ്ട് ചെറുക്കന്മാരുടെ പിന്നാലെ നടന്നിട്ട് അതൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും നല്ല ദേഷ്യം വന്നു അലീനയ്ക്ക്. ഇതേ മാഡം, അനാവശ്യമായിട്ട് ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. ഞാൻ ആരുടെയും പിന്നാലെ പോയിട്ടില്ല. പിന്നെ ആനോടി എന്റെ മോനുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയത് നീ അവനെ കയ്യും കാണുക കാണിച്ചല്ലേന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അതെന്റെ സംസ്കാരമല്ല, നിങ്ങളുടെ സംസ്കാരം. നിങ്ങൾ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കി അറിയാം. നിങ്ങളുടെ മകളും നിങ്ങളൊക്കെ എന്താ ചെയ്തേന്ന്. എന്താടി പറഞ്ഞേ? എന്റെ മകളെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടെന്നല്ലേ മാഡം പറയണേ. ഇപ്പൊ സൂക്ഷിക്കുവാണെങ്കിൽ ദുഃഖിക്കേണ്ട, പിന്നീട് കരയേണ്ടി വരത്തില്ല. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ഒരു ടെൻഷൻ. ഇവളൊക്കെ എന്തൊക്കെ അറിയാൻ തോന്നുന്നു. അല്ല, നീ എന്താടി ഇങ്ങനെയൊക്കെ പറയണേ? നിനക്ക് എന്തേലും അറിയാവോ? അതെ, എനിക്ക് പലതും അറിയാം. പലതും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയണേ. മേലാല് ഇമാതി സംസ്കാരം ഇല്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ, ഞാൻ എന്തേലുമൊക്കെ വിളിച്ചു പറയും. നീ എന്തു പറയുന്നു? എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അതുകൊണ്ട് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വന്നേക്കരുത്. എല്ലാം കേട്ട് നിങ്ങളുടെ അടിമയായിട്ട് ഞാനിവിടെ കിടക്കുന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് വെറുതെ എന്ന് പറഞ്ഞു. അതോടെ കേട്ടുകഴിഞ്ഞപ്പം ഭയങ്കര സങ്കടവും ദേഷ്യമായി. വൈജയന്തിക്ക് ഒന്നുകൂടെ അലീനയോട് ദേഷ്യം കൂടി. മുത്തശ്ശി അലീനെ സമാധാനിപ്പിച്ച് പോട്ടെ, അവള് പറയുന്നു നീ മൈൻഡ് ചെയ്യണ്ട. പക്ഷെ മുത്തശ്ശിയോട് പറഞ്ഞു, ഞാനിവിടെ നിൽക്കുന്നില്ല മുത്തശ്ശി, ഇനി ഇവിടെ നിന്ന് ഞാൻ പോവാ. സാറ് വന്നല്ലോ, കാര്യങ്ങളൊക്കെ മാഡം മക്കളൊക്കെ ഉണ്ടല്ലോ അവർ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് വൈജയന്തിയോട് വിളിച്ചിട്ട് മുത്തശ്ശി കാര്യങ്ങൾ പറയണം. ബബിതയുടെ പോക്ക് ശരിയല്ല, അവള് നീ ഇല്ലാത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വിളിച്ചു വരുത്തി, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ വൈജയന്തിക്ക് ദേഷ്യമായി. ഓഹോ, അങ്ങനെയാണോ ചോദിച്ചിട്ട് തന്നെ കാര്യം. വൈജയന്തി പോയി ബബിതയോട് ചോദിക്കുകയാണ്. ബബിത നേരെ പ്ലേറ്റ് അങ്ങ് തിരിച്ചു. അതെന്റെ ഒരു ഫ്രണ്ട് വന്നതാ, എനിക്ക് നോട്ടൊക്കെ തരാൻ വേണ്ടി വന്നാ, എന്നിട്ട് ഇവളില്ലാ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയതാ എന്നൊക്കെ പറഞ്ഞു. അപ്പം തന്റെ മക്കളെയും തന്നെയൊക്കെ തരം താഴ്ത്തി കെട്ടാനായിട്ട് അലീന ചെയ്ത് പ്രവർത്തിയാ. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. നേരെ ബാലേന്ദ്രന്റെ അടുത്തേക്ക് വന്നു. ബാലേന്ദ്രന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവളെ ഒരു നിമിഷം പോലും ഇവിടെ നിർത്തിക്കൂടാ, എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടണം. ബാലേന്ദ്രൻ വന്നിട്ട് പോകുന്നു പറഞ്ഞ് അവൾ ഇരുന്നേ. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കെന്താ വൈജേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു, എനിക്ക് അവളൊന്നും ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല എന്ന് പറയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയല്ല ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ പോകുന്നില്ല. അവൾ ഈ വീട്ടിൽ തന്നെ തുടരും.
വേണമെങ്കിൽ നീ പോയിക്കോളാൻ പറഞ്ഞു. വലിയൊരു അടിയായിരുന്നത് വൈജയന്തിക്ക്. കാരണം വൈജയന്തി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. തന്നെക്കാളും കൂടുതൽ സ്ഥാനം അവൾക്കോ എന്നൊരു ചിന്ത. ഈ സമയത്ത് വൈജയന്തിച്ചു, നിങ്ങൾ എന്താ പറഞ്ഞേ? അവൾ ഇവിടെ നിർത്തിയാലും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്നോ? അതെ, അതിനെന്താ സംശയിച്ചിരിക്കുന്നേ? ഉറപ്പായിട്ട് നടക്കും അത്. നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നീ പോയിക്കോ. പിന്നെ നീ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ബാലേന്ദ്രനല്ല ഇപ്പം. ഞാൻ നിന്നേക്കാളും ഒരു പടി മുകളിൽ അറിയാലോ. നീ ഭാര്യയും ഞാൻ ഭർത്താവുക. ഇത്രയും കാലം നീ പറയുന്നതെല്ലാം അനുസരിച്ചു. ഇനി ഞാൻ പറയും, നീ അനുസരിക്കും. അങ്ങനെ ഉണ്ടേ മാത്രം ഇവിടെ നിന്നാ മതി. ഇല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോം. അതോടെ കേട്ടപ്പോൾ വൈജയന്തിക്ക് ടെൻഷൻ. നല്ല ദേഷ്യം അലീനയോട്. അവൾ എന്തൊക്കെയോ ഓതി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അവളെ എല്ലാത്തിനും കാരണം അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞു അങ്ങ് ചെന്നു. എന്നിട്ട് അലീന അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അലീനയെ വിളിച്ചു. അപ്പോഴേക്കും രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ അങ്ങോട്ട് വന്നു. കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നു. ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ അച്ഛ, അലീന ചേച്ചിയെ പറഞ്ഞു വരണ്ട കേട്ടോ, അമ്മ അങ്ങനെയൊക്കെ പറയും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, ആര് പറഞ്ഞു വിടുന്നു? ആരും പറഞ്ഞു വിടുന്നൊന്നുമില്ല. അതിനെല്ലേലും നിന്റെ അമ്മ ആര് വില പോകുന്നു? ഇനിയിപ്പോൾ പണ്ടത്തെ സ്വഭാവമൊന്നുമല്ല. അച്ഛൻ അച്ഛനായിട്ട് തന്നെ നിൽക്കണം. അച്ഛൻ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കണം, അമ്മ അമ്മയുടെ സ്ഥാനത്തും. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാ മോളെ. ഇനി ആ തെറ്റങ്ങോട്ട് തിരുത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കൃഷ്ണമോൾക്കൊക്കെ അറിയാം അമ്മ എന്തേലും പറഞ്ഞ പിന്നെ അച്ഛനൊന്നും മിണ്ടായിരിക്കത്തുള്ളന്ന്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ബാലേന്ദ്രൻ മുഖത്തടിക്കുന്ന പോലെ വൈജയോട് പറയുകയും ചെയ്തു, മര്യാദയാണേ മര്യാദ. നിനക്കിവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നീ നിന്നാ മതി. പിന്നെ എൻ്റെ കാര്യങ്ങളൊന്നും നീ നോക്കണ്ട. ഈ മുറിയിലേക്ക് പോലും കയറണ്ട. ഞാനൊരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് നീ വരണ്ട. അതിനപ്പുറത്ത് നീ നിന്നാ മതി. ഈ മുറിയിലേക്ക് പോലും നിനക്ക് സ്ഥാനമില്ലെന്ന്. നമ്മൾ രണ്ടും രണ്ടാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതം അങ്ങനെയായിരിക്കുമെന്ന്. അതൊട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അലീന കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് എന്ത് ചെയ്യുവാണ്? അലീന അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. അലീന അടുത്ത് ചെന്നിട്ട്, നീ എന്ത് മന്ത്രം ജപിച്ചിട്ടാടി ബാലേന്ദ്രനെ കൈക്കലാക്കിയിരിക്കുന്നേ? എനിക്കറിയാടി. ഇപ്പൊ നിന്നെ കണ്ടിട്ടാ ബാലേന്ദ്രൻ കിടന്ന് തുള്ളുന്നേ. നിന്നെ കാണിച്ചു തരുന്നുണ്ട്. നീ ഒറ്റയൊരുത്തിയായി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞോണ്ട് വലിച്ചുകൊണ്ട് പോയിട്ട് കാരണത്ത് മാറി മാറി അടിക്കുവാണ്. ഒരു നിമിഷം എല്ലാരും ഞെട്ടിപ്പോയി. അപ്പോഴേക്കും അകത്ത് ബാലേന്ദ്രനെ കണ്ടു. ബാലേന്ദ്രൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കിടന്നെടുത്തുനിന്ന്. അടുത്ത് കൃഷ്ണമോൾ ഉണ്ടായിരുന്നു. അച്ഛാന്ന് പറഞ്ഞു, എടി അവളെ അടിക്കലെന്ന് പറഞ്ഞ് ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ്. ബാലേന്ദ്രന് ഭയങ്കര സ്ട്രെസ്സായി ആ സമയത്ത്. അലീന കർണം പൊത്തി ഇങ്ങനെ നിൽക്കുകയാണ്, തൻ്റെ പെറ്റമ്മയെ അടിച്ചുകൊണ്ടിരിക്കണേ. ബാലേന്ദ്രൻ അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വന്നു. അങ്ങനെ വൈജയുടെ കർണം പൊത്തി ഒറ്റോണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആരും ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. വൈജയന്തി ഞെട്ടിപ്പോയി. ഇന്ന് വരെ തല്ലിയിട്ടില്ല, പക്ഷെ ആദ്യമായിട്ടാ തല്ലിയത്. ഈ തല്ല് നേരത്തെ കൊടുക്കുകയാണെങ്കിൽ അവള് പണ്ടേ നേരെ ആയാനും. പക്ഷെ അലീനയും പേടിച്ചു പോയി. കാരണം ഈ സമയത്ത് ഒട്ടും സ്ട്രെസ് പാടില്ലാത്ത ആളാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ അലീനയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വൈജയന്തിക്ക് വീണ്ടും കലിപ്പ് കൂടത്തല്ലേ ഉള്ളൂ. വൈജയന്തി എന്നെ നേരെയാക്കാൻ പറ്റുമെന്ന് ബാലേന്ദ്രനെ നോക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി ബാലേന്ദ്രൻ ഒരു സഹി കിട്ടിയുമ്പോൾ ചിലപ്പോൾ ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. ഉള്ളി ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. പരിധി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും പ്രതികരിച്ചു പോകും. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനി വൈജയന്തിയെ വീട്ടിലിട്ട ഇഷ എണ്ണാറ വരപ്പിക്കും ബാലേന്ദ്രൻ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.